ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സലിലെ ഒരു പുതിയ ട്രിക്കാണ്. നമ്മളെങ്ങനെയാണ് ഇതുപോലെ ഹൈപ്പർ ലിങ്കുകൾ ആഡ് ചെയ്യുക, പ്രൊഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പിക്ചേഴ്സ് ആയിക്കോട്ടെ ഫയൽസ് ആയിക്കോട്ടെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് അവിടേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഞാൻ Ctrl+A യൂസ് ചെയ്തിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്തു. ദെൻ കൺട്രോൾ പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കോപ്പി ആസ് പാത്ത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് Ctrl+Shift+C. ദെൻ കോപ്പി ആസ് പാത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാത്ത് നമ്മൾ കോപ്പി ചെയ്തു. ദെൻ നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് വന്നിട്ട് ഒരു ഷീറ്റ് ആഡ് ചെയ്തിട്ട് ആ ഷീറ്റിലേക്ക് നമ്മൾ ഈ കോപ്പി ചെയ്ത പാത്ത് പേസ്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെയാണ് ഹൈപ്പർ ലിങ്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ =, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കൊടുത്തു. ദെൻ ലിങ്കിൻ്റെ ലൊക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിങ്കിൻ്റെ ലൊക്കേഷൻ കറസ്പോണ്ടിങ്. സോ ജസ്റ്റ് എടുത്തു കൊടുക്കുക, കോമ ഇടുക. ദെൻ എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഷീറ്റിലേക്ക് തിരിച്ചു വരിക. പ്രൊഡക്റ്റിൻ്റെ പേര് തന്നെയാണ് ഞാൻ ഫ്രണ്ട്ലി നെയിമായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്ലി നെയിമായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്താലും മതി. കറസ്പോണ്ടിങ് ലിങ്കുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്നിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും, നമുക്കത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ വേറെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഫയൽസ് PDF അങ്ങനെയുള്ള ഫയൽസും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതലായി ട്രിക്സിനായിട്ട് ഫോളോ ചെയ്യാം.